രാംപൂർ കാട്ടിൽ ഷേർസിംഗ് എന്ന് പറയുന്ന ഉഗ്രൻ സിംഹമുണ്ടായിരുന്നു. അവൻ അവന്റെ കാട്ടിലെ പ്രാണികളെ തിന്നുമായിരുന്നു. മറ്റു മൃഗങ്ങൾക്ക് ഷേർസിംഗിനെ കാണുമ്പോൾ പേടിയായിരുന്നു. ഒരു ദിവസം ഷേർസിംഗ് കാരണം എല്ലാവരും ആരും അറിയാണ്ട് ഒരു മീറ്റിംഗ് നടത്തി. നമ്മുടെ കാട്ടിലെ രാജാവ് ഒരു അപകടകാരി മാത്രമല്ല, സ്വന്തം കാട്ടിലെ ജീവികളെ നഷ്ടപ്പെടുത്തുന്ന വിഡ്ഢി കൂടിയാണ്. അതെ, ഇന്നലെ ആ വിഡ്ഢി എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ കുഞ്ഞനുജനെ കൊന്നു തിന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഞങ്ങൾ ദുർബലരാണ്. അയാൾ ശക്തനാണ്. ഈ അവസ്ഥ അവൻ മുതലെടുക്കുകയാണ്. പക്ഷേ ഷേർസിംഗിനെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാകണം. ഒരു വഴിയുണ്ട്. ആന പറഞ്ഞത് കേട്ട് എല്ലാ മൃഗങ്ങളും ആനയെ തന്നെ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി. ഷേർസിംഗ് ആരെ ഇഷ്ടപ്പെടുന്നോ അവരെ കൊന്നു തിന്നുന്നു. ഒരു ദിവസം അവൻ ഏതാണ്ട് 4-5 ജീവികളെ കൊന്നു തിന്നുന്നു. ഇതിങ്ങനെ തുടർന്നാൽ നമ്മുടെ എല്ലാ ജീവജാലങ്ങളും പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം. ഇതിന്റെ പരിഹാരം എന്താണ്? നമ്മളെല്ലാവരും ഷേർസിംഗിന്റെ അടുത്തേക്ക് പോയി ഒരു കാര്യം പറയണം. എന്ത് കാര്യം? അവനോട് പറയണം, സ്വയം വേട്ടയാടരുതെന്ന്. നമ്മൾ എല്ലാ ദിവസവും ഒരു ജീവിയെ അവിടെ എത്തിക്കും. ആന പറഞ്ഞത് കേട്ട് കുറുക്കൻ ദേഷ്യത്തോട് പറഞ്ഞു, ഇത് വല്ലാത്ത പണിയായിപ്പോയി. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും പണി തന്നെ. 2 വഴിയിന്നും മരണം ഏതായാലും ഉറപ്പായി. അത് എന്നാൽ ഈ ഉപായം കൊണ്ട് ചില ജീവികൾക്കെങ്കിലും അതിജീവിക്കാൻ അവസരം കിട്ടില്ലേ? ശരി, എന്നാൽ നാളെ തന്നെ ഷേർസിംഗിന്റെ ദർബാറിലേക്ക് നമുക്ക് പോവാം. എല്ലാ മൃഗങ്ങളും ഷേർസിംഗിന്റെ അടുത്തേക്ക് അങ്ങ് പോകും. മഹാരാജൻ, ഞങ്ങൾ അങ്ങയോട് ഒരു കാര്യം ബോധിപ്പിക്കാനാ വന്നത്. പറഞ്ഞോളൂ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മഹാരാജൻ, അങ്ങ് എന്നും വേട്ടയാടുന്നത് കൊണ്ട് ഈ കാട്ടിലെ ജീവികളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കൊരു നിർദ്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞോളൂ. ഇനി മുതൽ അങ്ങ് വേട്ടയാടേണ്ടതില്ല. പിന്നെന്താ, ഞാൻ വിശന്ന് ചാവണമെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല രാജൻ, നാളെ മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്കായി ഒരു മൃഗത്തെ ഭക്ഷണത്തിനായി അയക്കുന്നതാണ്. ഇത് കേട്ട് ഷേർസിംഗിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഞാനൊരു സിംഹമാണ്. ഒരു സിംഹം സ്വയം വേട്ടയാടിയെ ഭക്ഷിക്കുകയുള്ളൂ. എനിക്ക് നിങ്ങളുടെ സൗജന്യമൊന്നും വേണ്ട. ഇവിടെ നിന്ന് പൊക്കോ. എല്ലാ മൃഗങ്ങളും വിഷമത്തോടെ തിരിച്ചു പോയി. അപ്പോഴേക്ക് ഷേർസിംഗിന്റെ ഉപദേശകൻ ചെന്നായ, കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് ആ വിഡ്ഢി എന്നെയും പിടിച്ചു തിന്നും. അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ബില്ലു ചെന്നായുടെ മനസ്സിലൊരു ഐഡിയ വന്നു. അവൻ ചിരിച്ചുകൊണ്ട് ഷേർസിംഗിന്റെ അടുത്ത് പറഞ്ഞു, മഹാരാജൻ, എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കാട്ടുവാസികളെല്ലാം അങ്ങേക്കെതിരെ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. പദ്ധതിയോ? എന്തു പദ്ധതി? നമ്മുടെ കാട്ടിലെ ഒരു മാന്ത്രിക കുളമുണ്ട്. അവിടെ നിന്ന് വെള്ളം കുടിച്ചാ ഒരു സിംഹം പ്രത്യക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇവിടെയുള്ള കാട്ടുവാസികളെല്ലാം ആ സിംഹത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് അങ്ങേക്ക് ആ വെള്ളം കുടിച്ച് സിംഹത്തെ പ്രത്യക്ഷപ്പെടുത്തിക്കൂടെ? അങ്ങനെ പ്രത്യക്ഷപ്പെട്ട സിംഹത്തെ ഞാൻ എന്റെ കൂടെ നിർത്തി ഈ കാട് ഒരുപാട് വർഷം കൂടി എനിക്ക് ഇങ്ങനെ ഭരിക്കണം. അങ്ങനെയല്ലേ? അതെ മഹാരാജൻ. ചെന്നായുടെ പ്ലാൻ കേട്ട് ഷേർസിംഗ് സന്തോഷത്തോടെ പറഞ്ഞു, ദുർജൻ സിംഗ്, നീയാണ് എന്റെ യഥാർത്ഥ ഉപദേശകൻ. നീ വളരെ നല്ലൊരു നിർദ്ദേശമാണ് നൽകിയത്. ഇപ്പോൾ ഞാൻ പോയി ആ കുളത്തിലെ വെള്ളം കുടിച്ച് ആ സിംഹത്തെ പ്രത്യക്ഷപ്പെടുത്തും. പിന്നെ അവന്റെ സഹായത്തോടെ മറ്റു കാടുകളിലും ഞാൻ ഭരിക്കാൻ തുടങ്ങും. മാത്രമല്ല ആ കാട്ടിലെ ജീവികളെ തെരഞ്ഞു പിടിച്ച് കൊന്നു തിന്നുകയും ചെയ്യാം. വാ, പെട്ടെന്ന് പറയേ, എവിടെയാണ് ആ മാന്ത്രിക കുളമുള്ളത്? ചെന്നായ ഷേർസിംഗിനെ മാന്ത്രിക തടാകത്തിലേക്ക് കൊണ്ടുപോയി. മഹാരാജൻ, ഇതാണ് ആ മാന്ത്രിക കുളം. ഷേർസിംഗ് തടാകത്തിലെ വെള്ളം കുടിച്ചപ്പോഴേക്കും ഒരു അത്ഭുതം സംഭവിച്ചു. നിനക്ക് സ്വാഗതം സുഹൃത്തേ. ഇന്ന് നമ്മൾ 2 പേരും ഈ കാട്ടിലെ രാജാവാണ്. നമ്മൾ ഒരുമിച്ച് ഈ വനം ഭരിക്കുന്നതാണ്. മാത്രമല്ല മൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്യും. തെറ്റ്. നിനക്കെന്താ അറിയില്ലേ? ഒരു കാട്ടിൽ 2 രാജാവ് പാടില്ലെന്ന്. ഇന്നു മുതൽ ഈ കാട്ടിലെ രാജാവ് ഞാനാണ്. ഞാൻ ഈ കാട്ടിലെ രാജാവായിരുന്നു, രാജാവാണ്, രാജാവായിരിക്കും ചെയ്യും. പറയേ, നീ എന്തു ചെയ്യും? ഞാൻ നിന്നേക്കാൾ അപകടകാരിയാണ്. നീ നേരായ വഴിക്ക് സമ്മതിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ചുട്ടുകൊല്ലും. മെറ്റ സിംഹം കൂടെ തീ വിടർന്നു.
ഇതുകൊണ്ട് ഷേർസിംഗ് ചെന്നായെ നോക്കി പറഞ്ഞു, ചെന്നായേ, നീയല്ലേ പറഞ്ഞത് ഒരു സിംഹം പ്രത്യക്ഷപ്പെടും, അവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. പക്ഷെ ഇവനിപ്പോ ശത്രുവിനെ പോലെ സംസാരിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം മഹാരാജൻ, ഇവൻ അങ്ങേക്കാൾ അപകടകാരിയാണ്. എനിക്ക് അങ്ങയെ സഹായിക്കാനാവില്ല. ചെന്നായേ, അവനോട് പറയേ ഇവിടെ നിന്ന് പൊക്കോളാൻ, അല്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് ചാവും. ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് ആലോചിച്ച ഷേർസിംഗ് ആ കാട്ടിൽ നിന്നും വേറെ കാട്ടിലേക്ക് പുറപ്പെടും. ചെന്നായേ, ഇന്നു മുതൽ നീയാണ് എന്റെ മന്ത്രി. മെറ്റ സിംഹം ഷേർസിംഗിനെ ആ കാട്ടിൽ നിന്നും ഓടിച്ചു. ഇതറിഞ്ഞ് മറ്റു മൃഗങ്ങളൊക്കെ ആഘോഷം നടത്തി. എല്ലാ മൃഗങ്ങളും ബില്ലു ചെന്നായെ പ്രശംസിച്ചു. സഹോദര, ചെന്നായുടെ ഉപായം കൊണ്ട് നമ്മൾ ആ വിഡ്ഢിയായ ഷേർസിംഗിനെ ഇവിടെ നിന്ന് ഓടിച്ചു. അതേ ചെന്നായേ, നിനക്ക് നന്ദിയുണ്ട്. പുതിയ രാജാവ് വന്നപ്പോഴേക്കും കുറച്ചു ദിവസം എല്ലാം നന്നായി പോയി. ഒരു ദിവസം തീവിടുന്ന സിംഹം കാട്ടിലൂടെ അലയുകയായിരുന്നു. അപ്പോഴാണ് ഒരു മാനിനെ കാണുന്നത്. ഞാൻ ഈ കാട്ടിലെ രാജാവാണ്, എനിക്കെന്തു വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ മാനിനെ കൊന്നു തിന്നാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞ് തീവിടുന്ന സിംഹം ആ മാനിനെ കൊന്നുകളയാം. എന്നിട്ട് അതിന്റെ മാംസം രുചിയോടെ കഴിക്കാൻ തുടങ്ങി. എന്ത് സ്വാദിഷ്ടമായ ഇറച്ചിയാണ്. ഇന്നു മുതൽ ദിവസവും ഒരു 25 മൃഗങ്ങളെങ്കിലും കൊന്നു തിന്നണം. അങ്ങനെ ആ സിംഹം ഒരു ദിവസം 25 മൃഗത്തിനെ തിന്നുമായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും ആകെ വിഷമമായി. വീണ്ടും ഒരു മീറ്റിംഗ് നടത്തും. നോക്കൂ സഹോദരന്മാരെ, ഇതിലും നല്ലത് മുൻപത്തെ ഷേർസിംഗ് ആയിരുന്നു. അദ്ദേഹം ദിവസവും 4-5 മൃഗങ്ങളെ തിന്നുമായിരുന്നുള്ളൂ. പക്ഷേ ഈ സിംഹം ആവട്ടെ എല്ലാ ദിവസവും 10-25 മൃഗങ്ങളെയാണ് കൊന്നു തിന്നുന്നത്. ഈ ചെന്നായ നമ്മളെ ആകെ കുഴപ്പത്തിലാക്കിയല്ലോ. എനിക്കറിയില്ലായിരുന്നു ഈ സിംഹം ഇത്രയ്ക്കും മോശക്കാരനാണെന്ന്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ നിഷേധിക്കുന്നതാണ്. പക്ഷെ ഇനി ചിന്തിക്കാനുള്ള സമയമാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളത്. നമുക്കെല്ലാവർക്കും കൂടി അവനെങ്ങ് കൊന്നാലോ? വേണ്ട, ആ സിംഹത്തിന് ശക്തിയുള്ളതാണ്. നമ്മൾ അതിനെതിരെ പോരാടി കഴിഞ്ഞാൽ അത് നമ്മളെ ചാരമാക്കി കളയും. വേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നാ? അങ്ങനെയെങ്കിൽ നമുക്ക് സിംഹത്തെ നമുക്ക് മാന്ത്രിക കുളത്തിലേക്ക് കൊണ്ടുപോവാം. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നമുക്ക് മാന്ത്രിക കുളം പറഞ്ഞു തരും. എന്ന് വെച്ചാ നമ്മളെല്ലാരും കൂടി അവനെ തീർക്കാനുള്ള വഴി മാന്ത്രിക കുളത്തിനോട് ചോദിക്കാം. നമ്മളെ സഹായിക്കുമോ അവര്? അതൊരു സാധാരണ കുളമല്ല, മാന്ത്രിക കുളത്തിലെ ദേവന. അത് നമ്മളെ തീർച്ചയായും സഹായിക്കും. ചെന്നായ എല്ലാവരെയും കൊണ്ട് ആ മാന്ത്രിക തടാകത്തിലേക്ക് കൊണ്ടുപോകും. ഏയ് മാന്ത്രിക കുളത്തിലെ ദേവ, ഞങ്ങളെ സഹായിക്കൂ. പ്രഭു, ഞങ്ങൾ നിങ്ങളുടെ അടുത്തെത്തി. ഞങ്ങളെ സഹായിക്കണം. പ്രത്യക്ഷപ്പെടൂ ദേവ, പ്രത്യക്ഷപ്പെടൂ. പ്രണാമം ദേവ. ആയുഷ്മാൻ ഭവ. അതോ, ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തേടാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കുഴപ്പത്തിലാവും. എന്ത് കുഴപ്പം? എന്തു പറ്റി? എന്നോട് പറയും. എല്ലാ മൃഗങ്ങളും ചേർന്ന് തടാകത്തിലെ ദേവതയോട് ഷേർസിംഗിനെ കുറിച്ചും സിംഹത്തിനെ കുറിച്ച് പറഞ്ഞു. അത് ശരി. അങ്ങനെ ആടിനെ പുറത്താക്കിയപ്പോൾ ഒട്ടകമകത്ത് കയറിയിരിക്കുന്നു. അതെ പ്രഭു, ഇനി അങ്ങേക്ക് ഞങ്ങളെ സഹായിക്കാനാവൂ. നാം നിങ്ങളെ തീർച്ചയായും സഹായിക്കാം. അങ്ങനെ തടാകത്തിലെ ദേവത മെറ്റ സിംഹത്തിനെ കൊല്ലാൻ വഴി പറയും. ആ തീ തുപ്പുന്ന സിംഹം ഈ മാന്ത്രിക കുളത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അവന്റെ മരണവും ഈ കുളത്തിലെ വെള്ളം കൊണ്ട് തന്നെയായിരിക്കും. അവനെ കൊല്ലാനുള്ള വഴി പറഞ്ഞു തരൂ പ്രഭു. ആ സിംഹം തന്റെ വാ കൊണ്ട് തീ തുപ്പുന്ന സമയത്ത് ഈ കുളത്തിലെ വെള്ളമെടുത്ത് ആ തീയിലേക്കിടണം. അങ്ങനെ ചെയ്ത ഉടനെ സിംഹം മരിക്കുന്നതാണ്. അങ്ങേക്ക് ഒരുപാട് നന്ദിയുണ്ട് പ്രഭു. വിജയിച്ചു വരൂ. ആ ആനച്ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ആ ചെകുത്താനെ തീർക്കണം. ഇല്ല, ഇത് വളരെ അപകടം പിടിച്ചതാണ്. ഇതെന്റെ ജീവന് തന്നെ ഭീഷണിയാണ്. കുറച്ച് ധൈര്യം കാണിക്കൂ സഹോദര, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ വെള്ളം ചീറ്റുന്നതിന് മുമ്പ് തന്നെ അവൻ എനിക്കെതിരെ തീ തുപ്പിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ മരിച്ചു പോവില്ലേ? തീ വിടുന്ന സിംഹത്തിനെ ആനയ്ക്കും പേടിയായിരുന്നു. മാൻ എന്നിട്ട് ആനയോട് പറയും, ആനച്ചേട്ടാ, നിങ്ങളാണ് ആകെ ഞങ്ങളുടെ ആശ്രയം. ഈ രാക്ഷസനെ തീർക്കാൻ നിങ്ങൾക്കേ പറ്റൂ. അതെ ആനച്ചേട്ടാ, നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. ഈ രാക്ഷസനെ നിങ്ങൾക്കേ കൊല്ലാൻ പറ്റുള്ളൂ. അതെ ആനച്ചേട്ടാ,
ഇന്ന് ഗണപതി ഭഗവാന്റെ അവതാരമല്ലേ? ഗണപതിയുടെ പേര് കേട്ടപ്പോഴേക്കും ആനയുടെ ഉള്ളിൽ ഒരു തീപ്പൊരി വീഴും. ശരി, ഞാൻ ആ സിംഹത്തെ തകർക്കാനായി തയ്യാറാണ്. അങ്ങനെ തടാകത്തിലെ വെള്ളം തുമ്പിക്കൈ കൊണ്ടെടുത്ത് എല്ലാ മൃഗങ്ങളെയും കൊണ്ട് മറ്റു സിംഹത്തിന്റെ അടുത്തേക്ക് പോകും. എടാ ദുഷ്ട സിംഹ, എവിടെ പോയി ഒളിച്ചിരിക്കുവാടാ? ധൈര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് വാ. ചെന്നായുടെ ശബ്ദം കേട്ട് സിംഹം പുറത്തേക്ക് വരും. സിംഹത്തിന്റെ ഗുഹയിൽ കയറി അലറുന്നതിന്റെ അനന്തരഫലം എന്താണെന്ന് അറിയാമോ? ആ, ഞങ്ങൾക്കറിയാം. മരണം. പക്ഷെ ഇന്ന് ഞങ്ങളല്ല, നീയാ മരിക്കാൻ പോകുന്നത് കുരങ്ങേ. ഒരു സിംഹത്തിനെ കുരങ്ങെന്ന് പിടിച്ചപ്പോ ദേഷ്യം വന്ന് സിംഹം തീ വിടാൻ തുടങ്ങും. സിംഹം തീയിടുമ്പോ ആന അവന്റെ തുമ്പിക്കൈയിൽ നിറച്ച വെള്ളം ചീറ്റിവിടും. വെള്ളം വീഴുമ്പോഴേക്കും തീ അണഞ്ഞു പോകും. നിങ്ങൾ എന്താണ് ചെയ്തത്? തീ വിടുന്ന സിംഹം അപ്രത്യക്ഷമാകും. എല്ലാ മൃഗങ്ങൾക്കും ജീവൻ തിരിച്ചു കിട്ടി. എല്ലാവർക്കും സന്തോഷമായി. പറയൂ ആനച്ചേട്ടൻ. ജയ്. പറയൂ കുളത്തിലെ ദേവൻ. ജയ്. തീവിടുന്ന സിംഹത്തിൽ നിന്നും മോചനം കിട്ടിയപ്പോ എല്ലാ മൃഗങ്ങൾക്കും സമാധാനമായി. അതിനുശേഷം ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളും പേടിയില്ലാതെ ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.